ഹലോ, ഞാൻ സുനി സജി, രേവതി ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോറ്റ, ഓപ്പോസിറ്റ് രേവതി വെഡിങ് കളക്ഷൻ. യേശുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സ്വസ്ഥത യേശുവിന്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഓർക്കൂലേ, യേശുവിന്റെ നാമത്തിൽ അങ്ങനെ. യേശു എന്ന് പറഞ്ഞ ക്രിസ്ത്യാനിയുടെ ദൈവമായിട്ട് മാത്രമല്ല, യേശുവിനെ ഒന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കിയ ലോകരക്ഷകൻ എന്ന് പറഞ്ഞേ. ലോകത്തിൽ ഒരേ ഒരു മഹാത്ഭുതമുള്ളൂ. ലോകത്തില് ഇങ്ങനെ ഒരു സ്നേഹം, വചനമാണ് ദൈവം. നമുക്ക് ബാക്കി എല്ലാം ദൈവത്തിന് മനുഷ്യന്റെ രൂപത്തിനോടൊക്കെ ഇത് ചെയ്തല്ലേ. ഇതൊക്കെ വെറുതെ ആട്ടോ, ഡാവിഞ്ചി ആളെ കാണാണ്ട് വരച്ചാട്ടോ. യേശു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വചനമാണ്. ആ വചനം നമ്മളെ വിശുദ്ധരാക്കി, യേശുവിന്റെ സ്വഭാവത്തിന് ഉടമയാക്കി, നിത്യജീവന്റെ ഉടമയാക്കും. നിത്യജീവൻ എന്നൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ വലിയ, ഞാനൊക്കെ പണ്ട് ഇങ്ങനെ വലിയ അറിവുള്ളവരെ പറ്റി ഓർത്തത്. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ദൈവത്തെ അവനയച്ച മകനെ അറിയുക എന്ന് തന്നെ. അപ്പം നമുക്ക് നിത്യജീവൻ കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിച്ചാലും മരിച്ചാലും നല്ലൊരു ക്യാരക്ടർ. യേശുവിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ആർക്കും ഇഷ്ടമില്ലാത്തല്ലേ, എല്ലാ മതക്കാർക്കും ഇഷ്ടമുള്ള ഒരു ദൈവമാണ് യേശു. അപ്പോൾ ആ യേശുവിന്റെ നാമത്തിൽ സർവ്വ നന്മയുണ്ടാകട്ടെ. ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ ഇങ്ങനെ മുക്കുത്തിയുടെ വീഡിയോ ആണ്. നോസ്പിന്റെ അതിമനോഹരമായ കളക്ഷനുകളാട്ടോ. 18 9 months എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ 1200 മുതൽ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഇത് രണ്ടെണ്ണം ഒന്നിച്ചെടുക്കുവാണെങ്കിൽ സെക്കൻഡ് സ്റ്റഡ് ആയിട്ട് യൂസ് ചെയ്യാം. നോസ്പിന്റെ 18 ക്യാരറ്റ് ഇത്രയും നൈസൊക്കെ 18 ക്യാരറ്റ് കൂടുതൽ എൻ്റെ അഭിപ്രായം കേട്ടോ. എങ്ങനെ ഇച്ചിരിയുടെ സ്ട്രോങ് ആണ്. ഇതൊക്കെ കണ്ടോ, ഡയമണ്ട് പോലെ ഇരുന്നോളും. ഈ നോസ്പിനൊക്കെ കണ്ട ഡയമണ്ടിന്റെ അതേ ലുക്ക് ഇരുന്നോളും. ഇത് കണ്ടോ, പല പല നല്ല ഒത്തിരി ഷേപ്പ്. ഇത് പെട്ടെന്ന് തീരണുണ്ട് കേട്ടോ. ഇത് നല്ല പാറ്റേണുകളല്ലേ, ഇതൊക്കെ പെട്ടെന്ന് തീരും. ഒത്തിരി വെറൈറ്റി ഉണ്ട്. ഇങ്ങോട്ട് 9 months ആട്ടോ. സിംഗിൾ സ്റ്റോണിന്റെ വൈറ്റ്, ബ്ലാക്ക്. ഇത് കണ്ടോ, ഇതൊക്കെ നോസ്പിന് നല്ലതാ, സെക്കൻഡ് സ്റ്റഡിന് നല്ല രസമായിരിക്കില്ലേ. ഇതൊക്കെ ഇച്ചിരി വലുപ്പം തോന്നിച്ചോളും. ഇതൊക്കെ 9 months ആട്ടോ. ഇതേ ഹാർട്ടിന്റെ ഷേപ്പ് ഒക്കെ സൂപ്പർ സംഭവമാണ്. ഇത് നവരത്നം ഇങ്ങനെ അടിപൊളിയല്ലേ, നല്ല രസമില്ലേ. ഇതിന് കുഞ്ഞിപ്പിള്ളേർക്ക് കമ്മലായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. കുഞ്ഞിപ്പിള്ളേർക്ക് ഇത്രയൊക്കെ പോരെ. സെക്കൻഡ് സ്റ്റഡ്, കമ്മല്, മുക്കൂത്തി, അങ്ങനെയൊക്കെ പലതായിട്ട് നമുക്ക് യൂസ് ചെയ്യാവേ. അടിപൊളി സംഭവങ്ങളാണ്, അടിപൊളി. അപ്പൊ ഇങ്ങനത്തെ ഒത്തിരി കളക്ഷനുകളുണ്ട് കേട്ടോ. നമ്മള് ഈ തുണി എടുക്കുമ്പോൾ തുണിക്ക് വീഡിയോ ഇടുന്ന പോലെയാണ് ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ. പുതിയ പുതിയ കളക്ഷൻ എപ്പോഴും വേണം. ഇപ്പൊ എപ്പോഴും എടുത്തിട്ടുണ്ട്, എപ്പോഴും സെലക്ട് ചെയ്യേണ്ട. വീഡിയോക്ക് പറ്റിയ പുതിയതാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ സ്വർണ്ണം ഒത്തിരി വെറൈറ്റിയിലേക്കായില്ലേ. ഇവിടെ വരുന്നവരൊക്കെ ഭയങ്കരമായിട്ട് ഭയങ്കര ചൂസി മനുഷ്യരാണ് ഇവിടെ വന്നെ. നമ്മുടെ രേവതി വെഡിങ് കളക്ഷനിലെ കസ്റ്റമേഴ്സ് അങ്ങനത്തെയാണ്. എനിക്കറിയാം അവരുടെ ടേസ്റ്റ്. യേശുവിന്റെ കൃപയാൽ 30 വർഷമായിട്ട് അത് ഇങ്ങനെ അങ്ങനെ എല്ലാ സാധനമൊന്നും അവർക്കൊന്നും പിടിക്കില്ല. എനിക്കറിയാം, എനിക്ക് പിടിക്കണം, അവർക്കും പിടിക്കാറുണ്ട്. അങ്ങനെ സ്വർണ്ണാണെങ്കിലും ഓർഡിനറി ഒന്നും പിടിക്കില്ല. അപ്പം ആ ടേസ്റ്റിനനുസരിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒത്തിരി ഉണ്ട്. അപ്പം പെട്ടെന്ന് വാ. പിന്നെ കൂടാണ്ട് നമുക്ക് യേശുവിന്റെ കൃപയാൽ 2 മനോഹരമായ സ്കീമുണ്ട്. നമുക്ക് ഈ സ്കീം എന്ന് പറയുമ്പോൾ ഒത്തിരി ബെനിഫിറ്റ് ആട്ടോ ചേരുന്നവർക്ക്. നമ്മൾ ഒരിക്കലും അത്രയും ഡിസ്കൗണ്ട് ഒന്നും ഇങ്ങനെ കസ്റ്റമർ വരുമ്പോൾ കൊടുക്കൂല. അപ്പൊ അത്രയും ഡിസ്കൗണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ നമ്മൾ സ്കീമിൽ കൂടുമ്പോൾ ഒരു സേവിങ്. നമുക്ക് ഇപ്പൊ സ്വർണം ഇങ്ങനെ നമുക്ക് ഇടുകയും ചെയ്യാം. എല്ലാ മനുഷ്യർക്കും ആഗ്രഹമില്ല ആഭരണങ്ങളൊക്കെ മാറി ഇടണം ഇതെന്ന്. അപ്പൊ കോഴി മേടിച്ചു വെച്ചാൽ പെട്ടിയിലിരിക്കുകയല്ലേ ഉള്ളൂ. പണ്ട് ഞാൻ ഇവിടെ സ്വർണ്ണക്കട തുടങ്ങണം നല്ല ആഗ്രഹം എന്നോട് എല്ലാവരും ഉപദേശിച്ച് സ്വർണ്ണ ബാറൊക്കെ മേടിച്ച് വെക്കുക, സേവിങ് സ്വർണ്ണത്തിൽ ഇങ്ങനെ, അല്ലെങ്കിൽ ഷെയർ പോലെ സ്വർണം മേടിച്ചു വെക്കുക. എനിക്കത് ഇങ്ങനെ എന്നാ പിന്നെ സ്വർണ്ണക്കട എനിക്ക് കണ്ടോണ്ടിരിക്കാലോ. ഈ സ്വർണ്ണക്കട്ടയെ നോക്കിക്കൊണ്ട് നമ്മുടെ അസറ്റപ്പടി എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ലായിരുന്നു. ഇതാവുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തുണി, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെറൈറ്റി കാണുമ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നാൽ മതി. ഫുഡൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ഇപ്പൊ ഇങ്ങനെ അലസിച്ചിരിക്കുമായിരിക്കും, ഫുഡ് കിട്ടിയില്ലേ കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇങ്ങനെ എടുക്കാൻ പോയിട്ട് ഫുഡ് കിട്ടലിങ്ങനെ നടക്കുമ്പോൾ കഷ്ടപ്പാടാലോ, ചിരിക്കാൻ പറ്റില്ല. അവർ തിന്നാൻ കശുവണ്ടി എടുത്ത് വെച്ച് അപ്പടിയും കൂടെ എന്റെ ആക്രാന്തം കണ്ടപ്പോൾ അലസ് പറയുമ്പോൾ കടയിൽ നിന്ന് ഇറക്കി വിടുമായിരിക്കും. വിശന്ത് പൊരിഞ്ഞ്
എന്ന് പറഞ്ഞ പോലെ ഇതൊക്കെ കാണുമ്പോൾ പിന്നെ നല്ല ഓർണമെന്റ്സ് കിട്ടി, നമുക്ക് മനസ്സ് നിറഞ്ഞ സൂപ്പർ കളക്ഷനുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്നും തന്നെ പുതിയ പുതിയ കളക്ഷൻ വരും. അപ്പം നിങ്ങൾ നമ്മുടെ സ്കീമിൽ ചേരാൻ എൻ്റെ മൊബൈൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ എൻക്വയറി നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി. എൻ്റെ നമ്പർ 9447575564 ആണ്. പിന്നെ നിങ്ങൾ പൈസ എപ്പോഴും അക്കൗണ്ടിൽ കൂടെ ഇട്ടാൽ മതി. അപ്പൊ നമുക്കതൊരു സേഫാണ്. അക്കൗണ്ടിൽ കൂടെ പൈസ ഇടുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിന് ഏറ്റവും വലിയ ഇപ്പൊ എവിടെയായാലും ഒരാൾക്ക് ഇങ്ങനെ പൈസ കിട്ടും എന്നുള്ളതിന് ഒരു ലോകത്തൊരു പ്രൂഫ് ഇപ്പൊ അക്കൗണ്ട് വഴി അല്ലെങ്കിൽ ഗൂഗിൾ പേ ഇങ്ങനെ അക്കൗണ്ടിൽ കൂടെ പൈസ ഇടുന്നതാണ് ഒരു പ്രൂഫ് ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇട്ടാൽ മതി. പിന്നെ നമ്മൾ ഓൺലൈൻ സാധനം നിങ്ങൾക്ക് ഒത്തിരി അകലക്കാരെ ചേർന്നേ, ഒത്തിരി അകലെന്ന് ആൾക്കാർ ചേർന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒത്തിരി ഓൺലൈനിൽ ഗോൾഡ് അയച്ചു കൊടുക്കണ്ട കേട്ടോ. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും പാറ്റേണൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് നമ്മളത് ഓൺലൈനിൽ അയച്ചു തരും. പിന്നെ എന്നാ പറയാനുള്ളത് അപ്പോൾ സ്കീം ഓൺലൈൻ എല്ലാ കാര്യവും പറഞ്ഞില്ലേ. അപ്പൊ പിന്നെ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേരട്ടെ, അപ്പൊ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ പിന്നെ ഫേസ്ബുക്കും ഇൻസ്റ്റയും ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പൊ പിന്നെ രേവതി വെഡിങ് കളക്ഷൻ ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടെ ഒന്ന് ചെയ്യണം കേട്ടോ. ഞാൻ രേവതി വെഡിങ് കളക്ഷന്റെ വീഡിയോയിൽ അപ്പഴും രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ കാര്യം പറയണേ. അപ്പോൾ ഈ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കാണുന്നവർ രേവതി വെഡിങ്ങിൽ കയറാത്തവരുണ്ടെങ്കിലോ അതിലൊന്ന് നോക്കണം കേട്ടോ. നിങ്ങൾ വെഡിങ് കളക്ഷന്റെ ഇതുകൂടെ ഒന്ന് കളക്ഷനുകൾ നോക്കണം. അപ്പോൾ ശരി എന്നാ. അപ്പൊ എല്ലാവരും യേശുമ്പുരാൻ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും യേശുമ്പുരാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമീൻ.